ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് ചക്കത്തോരനും കഞ്ഞിയും. മലയാറ്റൂരൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം വയ്യ. അപ്പം ഞങ്ങളോടത്ത് കഞ്ഞിയും ചക്കത്തോരനും ഇഞ്ചിക്കറിയും മധുരമുള്ള മാങ്ങാച്ചാറും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങാച്ചാറ്. ആർക്കും ചോറൊന്നും കൊടുത്തുവിട്ടില്ല, കഞ്ഞി കുടിക്കാൻ എത്തിയല്ലാരും. മധുരമുള്ള മാങ്ങാച്ചാറ്, വറുത്തരച്ച ഇഞ്ചിക്കറി, ചക്ക തോരൻ. കൂട്ടിയൊരു പിടി പിടിക്കാം. സൂപ്പറാട്ടോ. നമുക്ക് ഇത്തിരി ഇഞ്ചിക്കറി, മധുരമുള്ള മാങ്ങാച്ചാറ്. അടിപൊളി ടേസ്റ്റ് ആണ്ടാ. അത് മിക്സ് ചെയ്യാം. അത് വ്യാഴാഴ്ച പോയി മലയാറ്റൂര്. ഞാൻ ആദ്യം ഇട്ട് പറയാട്ടാ. എൻ്റെ കാലിൽ ഇച്ചിരി പെയിനുണ്ട്. അത് കാരണം ഇന്ന് ഇവിടുത്തെ റേഷനൊക്കെ വെട്ടി കുറച്ച് രാവിലെ ആരും ചോറും ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം കഞ്ഞി കുടിക്കാൻ ഒരാളെത്തി. ഞാനും ഭാവി മാത്രമേ ഉള്ളൂ കഞ്ഞി കുടിക്കാൻ. അപ്പം ഇപ്പം ഹസ്ബൻഡ് എത്തി. ചൂട് കഞ്ഞിയും വേണം. മതിയാ കഞ്ഞി? നമ്മുടെ ചക്കത്തോരൻ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചക്കത്തോരനും അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എനിക്ക് ചക്ക അയ്യലൊക്കെ അവിടെ വാഴ വെട്ടിയപ്പോൾ കുറച്ച് പഴവും പിണ്ടിയും ചക്കയൊക്കെ തന്നെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അമ്മേ ഒന്നൊന്ന് ടേസ്റ്റ് കേട്ടോ. ബിരിയാണിയൊക്കെ മാറിയിരിക്കും. ഇപ്പം മലയാറ്റൂരൊക്കെ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ്ടാ മലയാറ്റൂർ പോണത്. എനിക്ക് കയറാനൊക്കെ ഇച്ചിരി പാടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ലോങ് യാത്രയൊന്നും പോകുന്നില്ലല്ലോ. അവിടെ ഇങ്ങനെ ഒരുപാട് നടക്കി എവിടേക്ക് അങ്ങനെ എവിടെയും പോവാറൊന്നുമില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് എന്തോ പെട്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞ് പോകാടി മലയാറ്റൂർ. അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 11:30 ആയപ്പോൾ അവിടെ എത്തി. ഈ 2 ദോശയൊക്കെ കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് മലയിൽ കയറാൻ തൊട്ടൊക്കെ തൊഴുത് മലയിൽ കയറിയാണ്. എനിക്കത് കയറാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഞാനൊരു ചെറിയതല്ലേ, ഫസ്റ്റ് ടൈമല്ലേ, നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഇതൊക്കെയാണ് കാണുന്നത്. വലിയ ലോങ്ങായിട്ട് അങ്ങനെ എടുക്കാനും പറ്റില്ല വീഡിയോ. അപ്പൊ പോയി കയറാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നിന്നിട്ടൊക്കെയാണ് കയറിയത് കേട്ടോ. ഹസ്ബൻഡ് അങ്ങനെ കയറി. ഹസ്ബൻഡ് ഈ ഓട്ടോ ഒക്കെ പോണ കാരണം ഇടയ്ക്ക് ഇങ്ങനെ എല്ലായിടും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ പോയിക്കോളും. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പോണത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മലയാറ്റൂർ പോകണമെന്ന്. പക്ഷെ എങ്ങനെ വിചാരിച്ചാലും എനിക്കങ്ങനെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ പോയി. ഒരു 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 11:30 എത്തി. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അടിവാരത്തിൽ നിന്ന് അങ്ങനെ പോയി.
മല കയറാൻ ചെന്ന് തൊട്ടൊക്കെ തൊഴുത് ഞങ്ങൾ കയറി. കുറച്ചൊക്കെ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് നെഞ്ച് ഭയങ്കരമായിട്ട് പടപടപടേന്നടിക്കും. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഹസ്ബൻഡ് അങ്ങനെ ഇരുന്നൊന്നുമില്ല കേട്ടോ. കയറി ഇറങ്ങണവരെ എവിടെയും ഇരുന്നില്ല ആള്. പിന്നെ ഞാനങ്ങനെ കയറാൻ ഓരോ ഇത് കയറുമ്പോഴോട് പറയടി 19 സ്ഥലമുണ്ടൊരു മെഴുകുതിരി കത്തിക്കണം. 19ാമത്തെ എത്തുമ്പോഴാണ് ഞാൻ കുരിശ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എണ്ണിക്കയറി എത്ര സുഭാഷേട്ടാന്ന് ചോദിച്ചു. പിന്നെ കയറി ഇത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പോകുന്നില്ലല്ലോ അങ്ങനെ ലോങ് യാത്രയൊന്നും. എന്നാലും പ്രാർത്ഥിച്ച് മുത്തപ്പനെ പ്രാർത്ഥിച്ച് അങ്ങനെ മലയാറ്റിൽ കയറി. അപ്പൊ ഞാൻ കയറുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, വരണ്ട് സ്പീഡിന് വരാലോന്ന് വന്നപ്പോഴല്ലേ ശരിക്കും പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഈ ഏജൊക്കെ ആയിപ്പോ ഓടിക്കുമ്പോ ഏജൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ പറന്നടിച്ച് പോകണുള്ളപ്പോ ഞാനോടത്തേ എനിക്കും അതുപോലെ പോകാൻ പറ്റുമോ. എവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു കൈയും ഒരു തോളും തൂക്കി പിടിച്ച് 1-2 പ്രാവശ്യമൊക്കെ കാല് സ്കിപ്പ് ചെയ്തട്ടാ ഇരിക്കപ്പോ. പക്ഷെ ആ വീണെന്ന് പറഞ്ഞാല് ഇങ്ങനെ മണ്ണുണ്ടാവേ, ഉണക്ക മണ്ണായിരിക്കും, കൽപ്പൊടിയല്ലേ. അപ്പൊ നമ്മിങ്ങനെ നടന്നു വരുമ്പോ അങ്ങോട്ട് കാലങ്ങാട് തീട്ടിട്ട് പോയിരുന്നു പോവും. ഇരിക്കുമ്പോ നമ്മളിങ്ങനെ എന്തോ എനിക്കൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മളിങ്ങനെ താങ്ങിയിട്ട് കല്ലാണ് അപ്പടിയും പാറയാണ്, നമ്മളാരും ഇങ്ങനെ താങ്ങി പിടിച്ചിരുത്തണ പോലെ കേട്ടാ. 2-3 പ്രാവശ്യം അങ്ങനെ വീണു. കാരണം ഞാൻ ഇട്ടിട്ട് പോയത് ഷൂ ആയിരുന്നു. പക്ഷെ പിടുത്തം കിട്ടണ്ട ചെരുപ്പ് എങ്ങനെ വെച്ചിട്ട്. പിന്നെ എനിക്ക് ഈ വീണത് ഭയങ്കര പേടിയാണ്. ഞാൻ പ്രാവശ്യം കടയിൽ പോണ സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം വീണിട്ട് മുട്ടൊക്കെ പൊട്ടിയതാ. അപ്പൊ എനിക്ക് അതാണ് വീഴ്ച ഭയങ്കര പേടിയാണ്. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ ആ ഒരു പ്രാവശ്യം വീണോടെ പിന്നെ എനിക്ക് ആ പേടിയും എന്തോ ആ വീഴുമ്പോ നമ്മുടെ നടുവശമുള്ള ചെന്ന് നിൽക്കണം. വീഴണ സമയത്തൊന്നും എനിക്ക് എന്തോ മുത്തപ്പൻ്റെ തന്നെ കൊണ്ട് നമ്മളിങ്ങനെ ആരും താങ്ങിയിട്ട് നിലത്തിരുത്തണ പോലെ 2 പ്രാവശ്യം അങ്ങനെ പറ്റി. അത് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ആൾക്കാർ ഇതുപോലെ തന്നെ പ്രായമുള്ളതും ചെറുപ്പമുള്ള പിടുത്തം കിട്ടില്ല കേട്ടോ. വീണത് നമ്മളെ ഉന്തിയൊന്നും ഇടണതൊന്നുമല്ല, നമുക്ക് പിടുത്തം കിട്ടുന്നില്ല, നമ്മ ബാലൻസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. ഇറങ്ങാൻ ശരിക്കും പണിപ്പെട്ട് കുറേ താമസം പിടിച്ച് പതുക്കെ അങ്ങനെ വന്നത്. കാരണം കട്ടക്കല്ല് കുറവാണ്, നമുക്ക് കാല് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഭയങ്കര കുത്തനെ കിടക്കാം. പിന്നെ പ്രാർത്ഥിച്ചിട്ട് വന്ന് ഒന്നും പറ്റില്ല. പിന്നെ കാലിനൊക്കെ ചെറിയൊരു ക്ഷീണം ഉണ്ടായി, നീർക്കെട്ടൊക്കെ ഉണ്ടായി. അതിപ്പോ ഇന്നലെ ഫുള്ളുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ ഫുള്ളുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കുറവുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് മലയിൽ കയറിയിട്ട് 12 മണിക്ക് കയറിയിട്ട് 3:30ക്കാണ് ഞങ്ങൾ തിരിച്ച് 3 മണിയായി. 3 മണിയപ്പോ ഞങ്ങൾ തിരിച്ചിറങ്ങി. 4 മണി കഴിഞ്ഞപ്പോ അടിവാരം എത്തി. 4 കാലായപ്പോ അടിവാരം എത്തി. ഇനി എത്തിയിട്ട് എവിടെയും റെസ്റ്റ് ഒന്നും എടുത്തില്ല. ഹസ്ബൻഡ് പോവാ നമുക്ക് നിൽക്കണ്ട എന്ന് പറയും. പിന്നെ അപ്പൊ തന്നെ ഞങ്ങൾ സ്കൂട്ടറിനാ പോയതാട്ടോ. അപ്പൊ തന്നെ സ്കൂട്ടറിൽ കയറി വീട്ടിലെത്തി. കറക്റ്റ് 6 മണിയായപ്പോ വീടെത്തി. ആലുവയിലെത്തിയപ്പോ എനിക്ക് ഉറക്കം വന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പൊ എന്നോട് ഉറങ്ങുന്ന വണ്ടിയിൽ നിന്ന് വീണ് പോട്ടെ, എന്തെങ്കിലും പറ്റും. പിടിച്ചിരുന്ന് വർത്താനം പറഞ്ഞാലും മൂളിപ്പാട്ടൊക്കെ പാടിയിരുന്നാലും ഉറക്കം ഒരു കണക്കിന് പിടിച്ച് കറക്റ്റ് 6 മണിയായപ്പോ ഞാൻ വീടെത്തി. അടുത്തോലോ പോണം. ആ വേദന വന്നപ്പോ ഞങ്ങൾക്ക് പോവണ്ടായിരുന്നതല്ല, നമുക്ക് ഭയങ്കര നമുക്ക് വീട്ടിലെ ജോലി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് രാവിലെ ആർക്കും ഞാൻ ചോറൊന്നും കെട്ടിയില്ല. രാവിലെ ദോശ ഉണ്ടാക്കി ചമ്മന്തി അരച്ച് കൊടുത്തിട്ട് അതില് മരുമോനും കൊണ്ടുപോയില്ല, മോളും കൊണ്ടുപോയില്ല. ഞാനപ്പോൾ ദോശമാവുണ്ട് ഉച്ചക്ക് അതാക്കാന്ന് വെച്ചാൽ കുഞ്ഞിന് കഞ്ഞി കൊടുക്കണമല്ലോ. പെട്ടെന്നാണ് ചക്കയുടെ ഓർമ്മ വന്നത്. ചക്കത്തോരനും ആയി കഞ്ഞിയായപ്പോൾ തന്നെ ഹസ്ബൻഡ് വിളിക്കണം, എടി ഞാൻ പാലാസ് റോട്ടിലുണ്ട്, കഞ്ഞി ചോറൊക്കെ ആയാണ്. നമ്മൾ ചോറൊന്നും ആയില്ല, കഞ്ഞിയും ചക്കത്തോരനും അത് മതിയാണ് ഞാൻ മഞ്ഞത്. അങ്ങനെ ഇത് ചക്കത്തോരനും കഞ്ഞി നല്ല ടേസ്റ്റാ. ഈ മധുരമുള്ള മാങ്ങാച്ചാറ്, ഇഞ്ചിക്കറി, വറുത്തരച്ച ഇഞ്ചിക്കറിയാണ് ചക്കത്തിന്. അപ്പം ഇത് ചൂട് കാരണം ഞാൻ അത്ര നേരം വറുത്തരണ്ട്. മലയാറ്റൂര് പോയി പ്രാർത്ഥിച്ച് അടുത്ത കൊല്ലം മലയാറ്റൂരും പോകാമെന്ന് നേർച്ചയുണ്ട്. അപ്പം വീടാണ് നമ്മുടെ സ്വപ്നം, വേറെ ഒന്നുമില്ല, ആഗ്രഹമൊന്നുമില്ല. അത് നടക്കണം. പിള്ളേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച്, പേരക്കുട്ടികൾക്ക് പ്രാർത്ഥിച്ച്, കൂടപ്പറപ്പിനൊക്കെ പ്രാർത്ഥിച്ച്, അയൽവക്കക്കാരെ എല്ലാവർക്കും നല്ലത്, ദുബായിയോ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയൊക്കെ നല്ലത് വരാൻ പ്രാർത്ഥിച്ച്, എല്ലാവരുടെയും ജോലിയൊക്കെ പോവാതെ കാത്തോളാൻ പ്രാർത്ഥിച്ച്. അപ്പം നിങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ച, പിന്നെ എല്ലാവരും സങ്കടത്തിൻ്റെ ഇതൊരു ഇതായിരുന്നു. പിന്നെ നാളെ ഈസ്റ്റർ, നാളെ എല്ലാവരും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും.
പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിച്ചാൽ കഞ്ഞി, ചക്കത്തോരൻ, ചെറുപയർ വെളുത്തത്, അച്ചാറ്. പഴുത്ത ചക്ക അങ്ങനെ കിട്ടാറില്ല. ഇതിപ്പോൾ അവരൊന്ന് പറിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു ചക്ക എനിക്ക് തന്നതാട്ടോ. അതാണ് ഞങ്ങൾ ചക്കത്തോരൻ. ചക്കയെന്ന് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ചക്കയുള്ളവർക്കൊക്കെ ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൊണ്ടുപോകും. അപ്പം ഹസ്ബൻഡ് വന്ന് കഞ്ഞിയും കുടിച്ച് സ്ഥലം വിട്ടു. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ചക്ക കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, നല്ല ജീരകം, 2 കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാം തേങ്ങ എല്ലാം കൂടെ നല്ല ക്രഷ് ചെയ്തെടുത്താട്ടോ. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും വേപ്പിലയും 2 ഉഴുന്നുപരിപ്പും ഒക്കെ ഇട്ടിട്ടാണ് തോരൻ വെച്ചത്. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ. ലൈക്ക് തരാത്തവർ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.